അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു മസാലക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് സോയാബീനാണ്. അത് നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്ത് വയ്ക്കുക. ഇനി നമുക്കതിലേക്ക് വേണ്ടത് എന്താണെന്നറിയോ? 2 ഉരുളൻകിഴങ്ങ് കട്ട് ചെയ്തത്, ഒരു സവോള അരിഞ്ഞത്, ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളിയും പിന്നെ അരിഞ്ഞു വെച്ച പച്ചമുളകും ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പാടെ നന്നായിട്ടൊന്ന് ഇളക്കി അതിന് പച്ചമണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട പൊടികൾ എന്താണെന്ന് വെച്ചാൽ 1.5 സ്പൂൺ മല്ലിപ്പൊടി വേണം, 1/2 സ്പൂൺ മുളകും പൊടി വേണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. അതൊന്ന് വഴറ്റിയതിന് ശേഷം ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത്. ആ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ സോയാബീൻ തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരുന്നല്ലോ അത് നല്ലോണം മാക്സിമം നമുക്ക് കഴിയുന്നിടത്തോളം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എല്ലാം പിഴിഞ്ഞെടുത്തിട്ട് കറിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് ലേശം ഉപ്പും ഇട്ട് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്. ഇപ്പം നമ്മളുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. സോയാബീനും ഉരുളക്കിഴങ്ങും കൂടിയുള്ള മസാലക്കറി. ഇനി നമുക്ക് പൂരി പൊരിച്ചെടുക്കാം. ഇതിൽ ഗോതമ്പ് പൊടിയും മൈദയും പാടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ യുദ്ധക്കളം. എൻ്റെ ഒരു കൊച്ചു അടുക്കളയിൽ, ഈ അടുക്കളയിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുക്കിങ്ങൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ യുദ്ധക്കളം. അതായത് ഇവിടെ നിന്നിട്ടാണ് വെട്ടലും കുത്തലും അരിയലും കുക്ക് ചെയ്യലും എല്ലാം ഇവിടെ വെച്ചിട്ടാണ്. അപ്പം ഞാൻ കുഞ്ഞടുക്കളയാണ് കേട്ടോ. അത്യാവശ്യം ഒരു വിധത്തിലങ്ങനെ പോകാം. പിന്നെ ഞാനിന്ന് ഇവിടെ ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്ത് ഇതേപോലെ തന്നെ മസാലക്കറി നിങ്ങൾ ഉണ്ടാക്കണം. മസാലക്കറി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. കണ്ടാൽ ബീഫാണെന്ന് തോന്നും കേട്ടോ. ബീഫൊക്കെ മാറി നിൽക്കും, നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ രാവിലെ പൂരിയും അതാണ് കഴിച്ചത്. ഒരു രക്ഷയില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കണം. എൻ്റെ അടുക്കള കണ്ടല്ലോ. അപ്പോൾ എൻ്റെ അടുക്കള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ.